ഹൈക്കോർട്ട് ജെട്ടിയിൽ നിന്ന് ഒരു വാട്ടർ മെട്രോ ബോട്ടിൽ വൈപ്പിൻ ദ്വീപിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ. വൈപ്പിനിൽ നിന്ന് ഒരു റോറോയിൽ കയറി ഫോർട്ട് കൊച്ചിക്ക് പോകണം. ബോട്ടിലിരുന്ന് നമ്മൾ റോറോ ജങ്കാർ കണ്ടെങ്കിലും ഇറങ്ങി വന്നപ്പോഴേക്കും അത് പോയിരുന്നു. ഈ വാഹനങ്ങളും ആൾക്കാരുമൊക്കെ അടുത്ത ജങ്കാറിനായി കാത്തു നിൽക്കുകയാണ്. നമ്മൾ യാത്ര ചെയ്തു വന്ന ബോട്ട് അതാ പോകുന്നു. ഭീകര ശബ്ദവുമായി ഒരു നേവി ഷിപ്പ് കടന്നു പോകുന്നുണ്ട്. വൈപ്പിൻ വാട്ടർ മെട്രോ ജെട്ടിയാണ്. ജെട്ടിയുടെ സൈഡിലുള്ള കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. അങ്ങനെ നമുക്കുള്ള റോറോ എത്തിക്കഴിഞ്ഞു. ഇങ്ങനെയാണിത് കരയിലേക്ക് അടുക്കുന്നത്. ഇത്രയേറെ ആൾക്കാരും വാഹനങ്ങളും ഇതിനുള്ളിലുണ്ടായിരുന്നു. മുകളിലൂടെ ഒരു നേവി ഹെലികോപ്റ്റർ കടന്നുപോയി. ഇതാണ് റോറോയുടെ ഉൾഭാഗം. മുകളിലായി വീൽ ഹൗസ് കാണാം. 30 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള റോറോ ജങ്കാറിന്റെ ഇരുവശങ്ങളിലുമായി യാത്രക്കാർക്കിരിക്കാൻ കുറച്ച് സീറ്റുകളും ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ കയറി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നിറയെ വാഹനങ്ങളായി. റോറോ പുറപ്പെടുകയാണ്. ഇതേ സമയം തന്നെ അക്കരെ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ടും വരുന്നുണ്ട്. റോറോ എന്ന് പറഞ്ഞാൽ റോൾ ഓൺ റോൾ ഓഫ്. വൈപ്പിൻ ദ്വീപിനെയും ഫോർട്ട് കൊച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജങ്കാർ സർവീസാണിത്. ഒഴുകുന്ന ഒരു പാലം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് ജലവാഹനങ്ങളെ അപേക്ഷിച്ച് റോറോയുടെ ഇരുഭാഗങ്ങളും ഓപ്പൺ ആണ്. ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ ഓടിച്ചു കയറ്റി മറുഭാഗത്തുകൂടി ഇറക്കിക്കൊണ്ട് പോകാം. ജങ്കാർ തിരിക്കേണ്ട ആവശ്യമില്ലെന്നർത്ഥം. ബൈക്ക് മുതൽ ബസ് വരെ ഇതിൽ കയറ്റാം. യാത്രക്കാർക്ക് വാഹനത്തിനുള്ളിൽ തന്നെ ഇരിക്കുകയും ആവാം. ഇതിന്റെ ഡ്രൈവർ ക്യാബിൻ പ്ലാറ്റ്ഫോമിന് മുകളിൽ നല്ല ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആകെ 10 മിനിറ്റ് നേരത്തെ യാത്രയെ വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലുള്ളൂ. ഇരു കരകളിൽ നിന്നും ഒരേ സമയം 2 ഫെറികൾ സർവീസ് നടത്തുന്നതിനാൽ ഏകദേശം ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും ഇരുവശത്തു നിന്നും ഫെറികൾ കിട്ടും. ഒരാൾക്ക് 4 രൂപയെ ചാർജ് ഉള്ളൂ. 2 വീലറുകൾക്ക് 10, 4 വീലറിന് 50 എന്നിങ്ങനെയാണ് വാഹനങ്ങൾക്ക് ടിക്കറ്റ്. ഇതാണ് റോറോയുടെ ഷേപ്പ്. വൈപ്പിൻ ഫോർട്ട് കൊച്ചി സർവീസിനു വേണ്ടി ഈ 2 റോറോ ഫെറികളും ഡിസൈൻ ചെയ്തതും നിർമ്മിച്ചതും കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. 3.8 കോടി രൂപയാണ് ഒരു റോറോയ്ക്ക് വേണ്ടി വന്നത്. ഒരു റോറോ ജങ്കാറിന് 10 ടൺ ഭാരമുള്ള 4 ട്രക്കുകൾ, 12 കാറുകൾ, 50ഓളം യാത്രക്കാർ എന്നിവയൊക്കെ ഒരേ സമയം വഹിക്കാൻ ശേഷിയുണ്ട്. 8 നോട്ടിക്കൽ മൈൽ വരെ സ്പീഡിൽ റോറോ സഞ്ചരിക്കും. 2018 ഈ സർവീസ് ആരംഭിച്ചത്. നമ്മൾ അങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്ക് അടുക്കുകയാണ്. ജങ്കാറിന്റെ ഏറ്റവും മുൻപിലുള്ള പ്ലേറ്റുകൾ കരയിലേക്ക് നിരങ്ങിക്കയറും. നമ്മൾ വന്ന ജങ്കാറാണ്. മരത്തണലുകൾക്ക് താഴെ ഫോർട്ട് കൊച്ചിയുടെ തെരുവുകൾ. ചീനവലകൾക്കിടയിലൂടെ ദൂരെ കണ്ടെയ്നർ ടെർമിനൽ. കൊച്ചിയുടെ പ്രധാന സൗന്ദര്യമാണ് ഈ ചീനവലകൾ. ഒരു വലിയ ഷിപ്പ് കടന്നു പോകുന്നു. ഒരാൾ ആ ഷിപ്പിൽ കയറാനാണെന്ന് തോന്നുന്നു. ഓടി വരുന്നുണ്ട്. ചീനവലയ്ക്കുള്ളിൽ നിന്ന് സാഹസികമായി മീൻ മോഷ്ടിക്കുന്ന കൊക്കുകൾ. കുറെ മഞ്ഞത്തൊപ്പിക്കാർ ഒരു ജാഥയായി കടന്നുപോകുന്നു. ഇവിടെ സന്യാസിയെപ്പോലെ ഒരു മരം. തെരുവുകളൊക്കെ സജീവമാകുന്നതേയുള്ളൂ. എത്ര സുന്ദരമായ കാഴ്ചയാണെന്ന് നോക്കുക.
പുലിമുട്ടുകളൊക്കെ തകർന്നിരിക്കുന്നു. പഴയ ചീനവലയുടെ അവശിഷ്ടങ്ങളാണ്. പഴയ ക്രെയിൻ ബോയിലറുകൾ തുരുമ്പ് പിടിച്ചങ്ങനെ നിൽക്കുന്നു. പുതുവൈപ്പിനിലെ പെട്രോനെറ്റ് LNG ടെർമിനലാണ് ആ കാണുന്നത്. ഇവിടെ നിന്ന് മംഗലാപുരത്തേക്ക് വരെ പൈപ്പ് ലൈനുകൾ വഴി പ്രകൃതിവാതകം കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഒരു ഥാർ സ്റ്റെപ്പിൽ കയറി നിൽക്കുന്നു. ഡ്രൈവറെ കാണുന്നില്ല. പുള്ളി പോവുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ ചുവപ്പുകോട്ട, PWD റെസ്റ്റ് ഹൗസ്, പെന്ന സിമന്റ് എന്ന കപ്പൽ കടന്നു പോകുന്നു. ഇവിടെ ശക്തമായ തിരമാലകളാണ്. അറബിക്കടലാണിത്. ഫോർട്ട് കൊച്ചിയുടെ ഫ്രീക്കന്മാർ. ബീച്ചിൽ സുരക്ഷിതമായി ഇറങ്ങാവുന്നത് ഇവിടെയാണ്. വൃത്തിയുള്ള ബീച്ച്. അങ്ങനെ നമ്മൾ തിരികെ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ജെട്ടിയിൽ നിന്ന് മറ്റൊരു ബോട്ടിൽ എറണാകുളത്തേക്ക്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ തമിഴ്നാട്ടിൽ വെച്ച് കാണാം.